ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇറ്റ്സ് മീ മീരാജ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗിവ് അവേ റിസൾട്ട് അനൗൺസ്മെൻ്റ് ആണ്. ഗിവ് അവേ റിസൾട്ട് ഇത്രയും ലേറ്റ് ആവാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് കുറേ ദിവസം മഴയും പിന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും, പിന്നെ അതിനുശേഷം എനിക്ക് നല്ലൊരു പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശബ്ദം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗിവ് അവേ ഒരു കൊളാബ് ചെയ്തിട്ടുള്ള കാരണം ഇതിൻ്റെ ഒരു പകുതി റിസൾട്ട്, അതായത് പകുതി വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പകുതി വിന്നേഴ്സിനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു 5K സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഗിവ് അവേ നമ്മൾ നടത്തിയത് ഏകദേശം ഒരു 4725 സംതിങ് ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ആയ സമയത്താണ് നമ്മൾ നടത്തിയത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ 9K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. അതിന് എല്ലാവരോടും ഒത്തിരി നന്ദി പറയാം. നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഗിവ് അവേ ഗിഫ്റ്റ് നമ്പർ 1 2 3 4 5 6 7 അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസിൽ നിന്നാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതിൽ കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻസിന്, അതുപോലെ തന്നെ കോൺടെസ്റ്റ് വഴിയൊക്കെ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗിവ് അവേ ഗിഫ്റ്റ് നമ്പർ 1 വിന്നറിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ ആദ്യത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഗിവ് അവേ ഗിഫ്റ്റ് നമ്പർ 1 നമ്മൾ കമൻറ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കമൻറ്റ് പിക്കർ വഴി ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് കമൻറ്റ് പിക്കർ അത്ര സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഞാൻ തന്നെ കമൻ്റൊക്കെ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാമെന്ന്. കമൻറ്റ് പിക്കർ യൂസ് ചെയ്യാതെ ഒരു റാൻഡമായിട്ടൊരു കമൻറ്റ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരുന്നു. കാരണം സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഇത്രയും കമൻറ്റ്സ്, ഒരു 1200 സംതിങ് കമൻറ്റ്സ് അതിൽ കവർ ചെയ്ത് പോകണമല്ലോ. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. എന്നാലും ഞാൻ കുറേ ടൈം എടുത്തിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കമൻറ്റ്. ഇഷ 8099 എന്നാണ് വിന്നറിൻ്റെ പേര്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യാം. സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഗിവ് അവേ ഗിഫ്റ്റ് നമ്പർ 2 എന്ന് പറയുന്ന വീഡിയോയിൽ നിന്നാണ്. ഇതിൽ റാൻഡമായിട്ടല്ല വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോണത്. പകരം ഞാൻ തന്നെ എല്ലാ കമൻസും, നമുക്ക് ഏകദേശം ഒരു 1500 മുകളിലുണ്ടായിരുന്ന കമൻസ്, അപ്പം അത് ഫുള്ളായിട്ട് വായിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കമൻറ്റിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആ ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു കമൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് തേർഡ് വിന്നറിനെ സെലക്ട് ചെയ്യാം. അതും നമ്മുടെ ഗിഫ്റ്റ് നമ്പർ 3 എന്ന് പറയുന്ന വീഡിയോയിൽ നിന്നാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിലുള്ള എല്ലാ കമൻസും വായിച്ചു നോക്കിയതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു കമൻറ്റിന് തന്നെയാണ് നമ്മൾ ഇതിലും ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട കുറച്ചധികം കമൻസൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് തേർഡ് വിന്നർ. ഗിഫ്റ്റ് നമ്പർ 4 വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു കോൺടെസ്റ്റ് വഴിയാണ്. ആൻഡ് ഇതാണ് ആ ഒരു കുട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗിവ് അവേ ഗിഫ്റ്റ് നമ്പർ 5 വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് റാൻഡംലി ആണ്. അപ്പോൾ ഇതാണ് 5th വിന്നർ. ഇനി 6th വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എല്ലാ കമൻസും വായിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടവരെന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
ഫൈനലി ഇതാണ് ആ ഒരു ഇഷ്ടപ്പെട്ട കമൻറ്റ്. ഇനിയാണ് നമ്മുടെ ഗിഫ്റ്റ് നമ്പർ 7 വീഡിയോയിൽ നിന്ന് ലാസ്റ്റ് 7 വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. 7 വിന്നർ എന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഓൾറെഡി ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ്. ബാക്കിയുള്ള 6 പേരെ 2 ചാനലിൽ നിന്നായിട്ട് സോർട്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഇതിൻ്റെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ ഏകദേശം ഒരു 2 വീക്സിനുള്ളിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ കോൺടാക്റ്റ് ചെയ്യുക. അഡ്രസ്സ് അയച്ചു തരാം. പിൻകോഡ് അടക്കമുള്ള കംപ്ലീറ്റ് അഡ്രസ്സാണ് അയച്ചു തരാനായിട്ട്. അങ്ങനെ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. പൈസ കിട്ടാത്തവർ വിഷമിക്കേണ്ട, നമ്മൾ ഇനിയും ഗിവവേസ് കണ്ടക്ട് ചെയ്യും. പിന്നെ എല്ലാ ചാനൽസും ചെയ്യുന്ന പോലെ തന്നെ എല്ലാ മാസവും മന്ത്ലി ഒരു ടോപ്പ് കമൻറ്ററിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും, ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും.